ഹലോ ഗൈസ്, എൻ്റെ പേര് AREMIYATHU. അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഒരു എൻചാൻറ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഈ എൻചാൻറ്റിംഗ് ടേബിൾ മാത്രമല്ല നമുക്ക് ഇന്ന് ഉണ്ടാക്കേണ്ടത്, ഒരു ഷുഗർ കെയിൻ ഫാമും സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ എൻചാൻറ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻചാൻറ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് മൈനിങ് ഏരിയയിലോട്ട് പോകാം. അതിന് മുമ്പാണ് ഞാനൊരു കാര്യം പറയാം ഗൈസ്. ഇവിടെ നേരത്തെ ഒരു പില്ലേതർ വന്നായിരുന്നു, ഞാൻ അവനെ കൊല്ലുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് എനിക്ക് അവൻ്റെ ഒരു എഫക്റ്റ് കിട്ടി. ആ എഫക്റ്റ് കിട്ടി ഞാൻ ഭാഗ്യത്തിന് വില്ലേജിലോട്ടൊന്നും പോയില്ല. അങ്ങോട്ടാണ് അവൻ പോയിരുന്നെങ്കിൽ ഇവിടെ റെയ്ഡ് കടന്നേന്. അതുകൊണ്ട് അവനെ കൊന്നപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം കിട്ടി. എൻ്റെ പേരെന്തായിരുന്നു, അതിൻ്റെ പേര് മറന്നുപോയി. അപ്പം ഗൈസ് അത് കിട്ടി. പിന്നെ ഞാൻ ഒരു വെതർ സ്കൾട്ടനെ കൂടെ കൊന്നപ്പോൾ എനിക്ക് വേറെ ഹെഡും കൂടെ കിട്ടി. ഓക്കെ, നമുക്കിനി താഴോട്ട് പോവാം ഗൈസ്. നമ്മൾ എൻചാൻറ്റ് ടേബിൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആയിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സീക്രട്ടിൻ്റെ ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു ട്രേഡിംഗ് ഹാൾ നമുക്ക് ഇവിടെ ആയിട്ട് കൊണ്ടുവരാം, ഈ ഒരു ഏരിയയിലിട്ടും. ഇവിടെ നമുക്ക് എൻചാൻറ്റ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ഒന്ന് കുഴിച്ച് കുറച്ച് ബ്ലോക്സ് ഒക്കെ വെച്ചിട്ടൊന്ന് റൂം പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇവിടെ ഒരു എൻചാൻറ്റ് ടേബിളും കാര്യങ്ങളൊക്കെ വെക്കണം. ഓക്കെ, നമുക്കൊന്ന് എൻചാൻറ്റ് ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് വരാം. എൻചാൻറ്റ് ഉണ്ടാക്കാൻ 4 ഒബ്സിഡിയൻ 2 ഡയമണ്ട് വേണം. എൻ്റെ 4 ഒബ്സിഡിയൻ ഇല്ലെന്ന് തോന്നുന്നു. 4 ഒബ്സിഡിയൻ എൻ്റെ ഇല്ല, 1 ഒബ്സിഡിയൻ ഉള്ളൂ. 3 ഒബ്സിഡിയൻ പോയി മൈൻ ചെയ്തുകൊണ്ട് വരണം. അപ്പോൾ സെറ്റ് ചെയ്യാം. 3 ഒബ്സിഡിയൻ മൈൻ ചെയ്തുകൊണ്ട് വരാം. സാധനം കിട്ടി. നമുക്കിനി തിരിച്ചു പോവാം. എൻചാൻറ്റ് ടേബിൾ ഇനി ഒരു ബുക്കിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ബുക്കും കൂടെ ഉണ്ടാക്കാം. ബുക്കിന് ഷുഗർ കെയിൻ്റെ കയ്യിലുണ്ട്. ലെതർ വേണം. ലെതറും ഉണ്ട്. ബുക്കാക്ക ഒരു എൻചാൻറ്റിങ് ടേബിളും റെഡി ആയിട്ടുണ്ട്. ഇനി അവിടെ കൊണ്ട് വെക്കാം ഗൈസ്. നമുക്കിനി ഇവിടെ ആയിട്ട് വെക്കാം. ഗൈസ്, അപ്പം ഇനി ഇതിൻ്റെ ചുറ്റിന് ഇനി ബുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ വെക്കണം. ബുക്ക് ഷെൽഫ് വെക്കണമെങ്കിൽ നമുക്ക് ഇനി കുറേ ബുക്ക് വേണം. ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറേ പേപ്പർ വേണം. പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ കുറേ ഷുഗർ കെയിൻ വേണം ഗൈസ്. അതിനാണ് ഞാൻ ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പം നമുക്കിനി ഒരു ഷുഗർ കെയിൻ ഫാമും കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഫാം ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങളുണ്ടാക്കാൻ ആവശ്യം വേണം. നമുക്കിനി അതെടുക്കാം. ഒരു സ്റ്റെയർ വേണം. ഓക്കെ, അത് സെറ്റ്. ഒരു ഹോപ്പർ, 2 ചെസ്റ്റ് വേണം. ഒരു ചെസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ഒരു ചെസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയെടുത്തു. പ്ലെയിൻ ഗ്ലാസ് ഉണ്ടോ? പ്ലെയിൻ ഗ്ലാസ് ഉണ്ട്. റെസ്റ്റോൺ ടോർച്ച് ഒരു 3 എണ്ണം. ഒരു ലിവർ, പിന്നെ റിപ്പീറ്റർ വേണം, അതും ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയെടുത്തിട്ട് റെസ്റ്റോൺ റിപ്പീറ്ററും റെഡി. ഇനി 2 പിസ്റ്റൺ വേണം. പിസ്റ്റൺ ഒരു പിസ്റ്റൺ റെഡി. ഇനി ഒരു ഡിസ്പെൻസർ വേണം. ഡിസ്പെൻസർ ഉണ്ടാക്കിയെടുക്കാം. അതിന് ബോ ഉണ്ട്. കൈയുടെ കൂടിയപ്പോൾ എടുക്കാം. ഒരു ഡിസ്പെൻസറും റെഡി. ഓക്കെ ഗൈസ്, ഒരു വാട്ടർ ബക്കറ്റ് സാൻഡും എടുത്തു, വെള്ളം ഇവിടുന്ന് എടുത്തു. ഇനി നമുക്കിനി ഫാം പണിയാം.
ഗൈസ് അങ്ങനെ ഫാമിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫാം നല്ല വർക്കിങ്ങിലാണ്, ഞാൻ നോക്കി ആണ്ടേ. ഗൈസ് ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ ബാക്കിൽ ചെസ്റ്റ് ഉണ്ട്. ഈ ചെസ്റ്റിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ബോൺ മീൽ ഇടുക, എന്നിട്ട് ഈ ലിവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഫാം വർക്കാവും. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ബോൺ മീൽ ഫാം ഉണ്ടാക്കിയത്. ഈ ഫാം ഇങ്ങനെ ഓണാക്കിയിട്ടിട്ട് ഓണാക്കുക, ഇവിടുന്ന് ബോൺ മീൽ കിട്ടും. ഈ ബോൺ മീൽ എടുത്തിട്ട് നമ്മൾ അവിടെ കൊണ്ടുവെക്കുക, അവിടുന്ന് കുറേ ഷുഗർ കെയിനും കിട്ടും. യെസ്, ഇത് ഒരു സൈക്ലിംഗ് പ്രോസസ്സാണ്. ഓക്കെ, ഇവിടുന്ന് കുറേ ബോൺ മീൽ എടുക്കാം. ഇവിടുന്ന് കുറേ ബോൺ മീൽ കിട്ടും. നമുക്കിനി കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം പണിയിലാകട്ടെ ഗൈസ്. ഇത് കുറച്ച് ഷുഗർ കെയിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് കുറേ പേപ്പർ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ആ പണിയിലോട്ട് പോകാം. ഈ ലിവർ അങ്ങ് ഓഫ് ചെയ്യാം ഗൈസ്. 3 സ്റ്റാക്ക് ആയിട്ടുണ്ട്. 3 സ്റ്റാക്ക് ഇനി അങ്ങ് എടുക്കാം, എന്നിട്ട് നമുക്ക് ആ ചെസ്റ്റിൽ കൊണ്ടുവെക്കാം. വർക്കിങ്ങിലാണ്. യെസ് ഗൈസ്, ഷുഗർ കെയിൻ വീഴുന്നുണ്ട് ഗൈസ്. ഇനി ഞാൻ ഇനി കുറച്ച് നേരം നിന്നിട്ട് ഇവിടെ കുറേ ഷുഗർ കെയിനും പേപ്പറൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, 7 സ്റ്റാക്ക് ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി പേപ്പറാക്കാം. അപ്പോൾ എല്ലാത്തിനും അങ്ങ് പേപ്പറാക്കാം. എല്ലാത്തിനും ആക്കണ്ട, 2 അതിനകത്തിരിക്കട്ടെ. ബാക്കി എല്ലാത്തിനും അങ്ങ് പേപ്പറാക്കാം. ഓക്കെ, പേപ്പറാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ പേപ്പറും ഇനിയും നമുക്ക് വേണ്ട ലെതറാണ്. അത് നമുക്ക് 63, 64 ഒരു സ്റ്റാക്കോളം ലെതർ നമുക്കിനി ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ 25 ലെതറേ ഉള്ളൂ. നമുക്കിനി ലെതർ കുറച്ച് പശുവിനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊല്ലാം. ഓക്കെ, അതും കൂടെ കാണാം. ഈ പേപ്പർ നമുക്കിനി ഇതിനകത്തോട്ട് വെക്കാം. ഇതിനകത്തിരിക്കട്ടെ പേപ്പർ. ഗൈസ് അങ്ങനെ കുറേ നേരം പശുവിനെ കുതിരയൊക്കെ കൊന്നപ്പം കുറേ ലെതറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 40 ലെതർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ചെസ്റ്റിനകത്ത് കുറച്ച് ലെതറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്കിനി ബുക്ക് ഉണ്ടാക്കാം. ഒരു സ്റ്റാക്ക് ബുക്കിൻ്റെ ആവശ്യമുണ്ട്. നമുക്കിനി ആ ബുക്ക് ഉണ്ടാക്കാം. കയ്യിരിക്കുന്ന ലെതർ എടുക്കാം, പിന്നെ പേപ്പർ അങ്ങ് എടുക്കാം, ബുക്ക് ഉണ്ടാക്കാം. ഒരു സ്റ്റാക്ക് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാം. 21 ബുക്ക് ഷെൽഫ്, കറക്റ്റ് 21 ബുക്ക് ഷെൽഫായിട്ടുണ്ട്. യെസ്, നമുക്കിനി അത് പ്ലേസ് ചെയ്യാം. ഗൈസ് ഞാനൊരു വേറെ രീതിയിലാണ് ഇവിടെ ബുക്ക് ഷെൽഫ് വെക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടെ മൊത്തവും, അതുകൊണ്ടാണ് കറക്റ്റ് 21 ബുക്ക് ഷെൽഫ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ അല്ല സാധാ വെക്കുന്ന പോലെ വെക്കാം. എന്നിട്ട് ഇവിടെ 3 ബുക്ക് തന്നെ മൊത്തം വേണം. ഇവിടെ എണ്ണം വെച്ചിട്ട് ഇവിടെ 6 വെക്കാം. ഇവിടെയും ഇവിടെ. യെസ്, ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഗൈസ് എങ്ങനെയുണ്ട്? കൊള്ളത്തില്ലെന്നറിയാം, പറയണ്ട ആരോട്. നമുക്കിനി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാനുണ്ട് ഗൈസ്. ഞാനൊന്നും കൂടെ സെറ്റ് ചെയ്തുകൊണ്ട് വരാം. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. പിന്നെ നമുക്കിതിൻ്റെ മേളിലായിട്ടൊരു സ്മിത്തിങ് ടേബിൾ വെക്കാം. ഇവിടെ ആയിട്ടൊരു ചെസ്റ്റ് ഇരിക്കട്ടെ. ഇവിടെ ആയിട്ട് നമുക്കൊരു ഗ്രൈൻഡ് സ്റ്റോണ്, ഇതിൻ്റെ മേളിലൊരു അനീവലും. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു എൻജോയിൻ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ബുക്ക് ഒന്ന് എൻജോയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അതൊരു വെക്കുക, ബുക്ക് വെക്കുക. എന്ത് കിട്ടിയേ? ഷാർപ്നെസ് 2, അൺബ്രേക്കിംഗ് 1. ഒന്നും കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ പിക്കാക്സ് ഒന്ന് വെച്ച് നോക്കാം ഗൈസ്. നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് ഡയമണ്ട് പിക്കാക്സ് വന്നേ. എഫിഷ്യൻസി 4, എഫിഷ്യൻസി 2, എഫിഷ്യൻസി 1. ഇതെന്തോന്ന്? എഫിഷ്യൻസി 4 കൊള്ളാം, പക്ഷേ എഫിഷ്യൻസി 5 ആണ് ഗൈസ് എനിക്കിഷ്ടം. ഞാൻ എന്തായാലും ഇവിടെ ആയിട്ട് നമ്മളൊരു ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ നമ്മൾ 2 എപ്പിസോഡിന് മുമ്പ് അല്ലെ അടുത്ത എപ്പിസോഡിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും.
ഗൈസ് അപ്പം നമുക്ക് ഇവിടെ എൻജാൻ ടേബിൾ നമുക്ക് ചില എൻജാൻറ്റി ബുക്സും കാര്യങ്ങളൊക്കെ എൻജാൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത്. നമുക്ക് ചില ബുക്സൊന്നും നമുക്ക് ട്രേഡിംഗ് ഹാളിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമുക്ക് അല്ലാതൊക്കെ ബുക്സ് എൻജാൻ ചെയ്യാൻ വേണ്ടിയാണ്. ഗൈസ് എഫിഷ്യൻസി 4ഉം 5ഉം അതത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 4, 5 ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, പക്ഷെ 4 ആയിരുന്നു. ഓക്കെ ഗൈസ് ഞാൻ ഇതെടുത്ത് വെക്കട്ടെ. ഗൈസ് നമുക്കൊരു ബുക്ക് വെച്ചിട്ട് നമുക്കൊരു എൻജാൻറ്റിങ് എടുത്ത് നോക്കാം. ഷാർപ്പിനെസ് 2 ഇതെന്താ ഞാൻ ഉപയോഗിക്കത്തില്ല. ഓക്കെ ഞാനിത് ഇതിനകത്ത് വെച്ചിട്ട് മാറ്റട്ടെ. കുറച്ച് XP കിട്ടും ഗൈസ്. നമുക്ക് പോയ XP അതുപോലെ തന്നെ തിരിച്ച് കിട്ടും. അതുപോലെ തന്നെ കിട്ടത്തില്ല, വീണ്ടും ഷാർപ്പ്നെസ് 2 ആണെന്ന് തോന്നുന്നു. മൈ ഗോഡ്. ഗൈസ് നല്ലൊരു എൻജാൻറ്റിങ് കിട്ടി. അക്വാഫിനിറ്റി 1 ആകെ അക്വാഫിനിറ്റി മാത്രമേ ഉള്ളൂ, അതിന് 1ഉം 2 ഒന്നും ഇല്ല. ഇപ്പം മെൻറ്റിങ് പോലെയാണ് അക്വാഫിനിറ്റി. അത് നല്ലൊരു ബുക്കാണ്, എനിക്കിഷ്ടപ്പെട്ട്. അത് കൊള്ളാം ഗൈസ്. ഒരു ബുക്കെങ്കിലും നല്ല കാരണം കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസം എനിക്കുണ്ട്. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ലെറ്റ്സ് പ്ലേ വീഡിയോ ആയിട്ട് കാണാം. ബൈ.